ഹലോ ഫ്രണ്ട്സ്, ചെക്കിനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. വേറെ ലെവല് മോനെ. വാവ്, ഈ കാണുന്നതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വ്യൂ. ഈ കാണുന്നത് ഞാൻ നിൽക്കുന്നത് ഒരു ഹോട്ടലിലാണ് കേട്ടോ. ഹാൾസ്ട്രാഡ് എന്ന് പറയുന്ന ഓസ്ട്രിയയിലെ ഫെയറി ടൈൽ വില്ലേജ് എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ. 69,000 രൂപ എന്തോ വില വരുന്ന ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് ബ്രോ, മോർണിംഗ്, ബിബിൻ ബ്രോ ഉണ്ട്. കൊല്ലംകാരനാണ് ബിബിൻ ബ്രോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അപ്രതീക്ഷിതമായിട്ട് വേറൊരു മലയാളി ഇവിടെ കണ്ടു. ആ മലയാളിയാണ് ഇവിടുത്തെ മാനേജർ എന്തോ. അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്റ്റേ കിട്ടി. ഇന്നലെ രാത്രി എന്തോ കേട്ടോ, വെരി സോറി, ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, എന്തൊക്കെയോ പോലെയായിരുന്നു. ഇന്നിപ്പോൾ ഓക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. ഇന്നാണ് ഇപ്പോൾ ലെക്ക് വന്നത്. അപ്പോൾ ഞാനൊന്ന് സൂമൊക്കെ ചെയ്തു തരാം. അവിടെയൊക്കെ കാണുന്നതൊക്കെ മനോഹരമായിട്ടുള്ളൊരു കാസ്റ്റിലാണ്. അവിടെ കാസ്റ്റിൽ അറിയില്ല. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ലേക്കിൻ്റെ ഒരു വ്യൂ. ആ കാണുന്നതാണ് മറ്റൊരു ഭാഗം. അവിടെ രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ആളുകൾ നടക്കുന്നുണ്ട്. കാരണം ഉച്ച കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ പോയി എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ബോട്ടാണ്. ആ ബോട്ടെന്ന് പറയുന്നത് ക്രോസ് ചെയ്ത് നമ്മുടെ ലേക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ട്രെയിനുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിന് വരുന്നത് അപ്പുറത്തെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ബോട്ട് സർവീസ് ഇവിടെ നിന്നുണ്ട്. ട്രെയിനിൽ വരുന്നവർക്ക് ബോട്ട് എടുത്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുക. നല്ല വിശപ്പ് കേട്ടോ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ബ്രോന് വേറെ നൈറ്റ് ഇടാനായിട്ട് ഒരു ഡ്രസ്സും ഇല്ല. ഞാൻ എൻ്റെ നിക്കർ നോക്കി കേട്ടോ. വേറെ നിക്കർ, 2 നിക്കറുണ്ട്. നിക്കർ നോക്കിയപ്പോൾ എൻ്റെ നിക്കറ്, ടവല് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എല്ലാം അവിടെ ഇരിക്കുവാണ്, വീട്ടിലിരിക്കുവാണ്. ഞാൻ എല്ലാം മറന്നു എടുക്കാനായിട്ട്. എൻ്റെ തലയിൽ ഇടാനുള്ള സെറം വരെ ഞാൻ മറന്നിരിക്കുകയാണ് കേട്ടോ. തല കണ്ടില്ല, ഡ്രൈ ആയിട്ട് ഒരു മാതിരി ഇരിക്കുന്ന കേട്ടോ. കുളിച്ചതാണ് രാവിലെ, കുളിക്കാത്ത പോലെ തോന്നുന്നു. ആ സെറമാണ് എന്നെ കാത്തി രക്ഷിക്കുന്നത്. പക്ഷേ ആ സെറം എടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹായ് ബ്രോ, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ മാനേജർ അബി ബ്രോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അബി ബ്രോ നമ്മുടെ ജഗതിയിലാണ് കേട്ടോ താമസം. കഴിഞ്ഞ ദിവസം അബി ചേട്ടനെയാണ് ഞാനിവിടെ അപ്രതീക്ഷയായിട്ട് കണ്ടതും. ചേട്ടനാണ് നമുക്കിവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തതും. അപ്പോൾ കണ്ടതിൽ വളരെയധികം സന്തോഷം ചേട്ടാ. ഇവിടെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ആ കാണുന്ന ഭാഗത്തോട്ട് നമ്മുടെ ബ്രെഡ് സെക്ഷൻ. ബ്രേക്ക്ഫാസ്റ്റിലൊന്നും ആളില്ലല്ലോ. എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആളുകൾ കഴിച്ചിട്ട് പുറത്തോട്ട് പോയി, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കഴിക്കാൻ വേണ്ടി വന്നു എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വ്യൂവിലിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ രാവിലത്തെ തിരക്ക് ഇന്നലെ വന്നതിനേയും കാട്ടി തിരക്കുണ്ട് കേട്ടോ. രാവിലെ ഉച്ചയ്ക്കൊക്കെയാണ് തിരക്ക്. ഒരു ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. ഇതാ നമുക്ക് ടോപ്പിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ ബാക്കി വെച്ചിട്ട് പോയ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് കുറച്ച് മുകളിലോട്ട്. ഇവിടെ എല്ലായിടത്തും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ചൈനീസ് ലാംഗ്വേജിൽ, മാൻഡറിൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റോടൊപ്പം തന്നെ തായ് ലാംഗ്വേജിലും അവരെന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാൻഡറിൻ ലാംഗ്വേജ് മിക്കയിടത്തും അവർ കൊടുത്തിട്ടുണ്ട്. കാരണം മാൻഡറിൻ കസ്റ്റമേഴ്സ്, ചൈനീസ് ഭാഷ സംസാരിക്കുന്ന തായ്വാനീസ് അല്ലെങ്കിൽ ചൈനീസ് ആളുകളൊക്കെ, വംശജരൊക്കെ ധാരാളം ഇവിടെ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. രാവിലെ ഇച്ചിരി തണുപ്പുമുണ്ട്. നല്ല തണുപ്പ് കേട്ടോ. കുറേ ദിവസം ഹീറ്റ് വേവ് ഒക്കെ ആയിരുന്നു. ഹീറ്റ് വേവിന് ശേഷം അത്യാവശ്യം തണുപ്പ് തുടങ്ങിയ ദിവസങ്ങളാണ്. ഇതാ ഇവിടെ വെള്ളച്ചാട്ടം. നമ്മൾ നമ്മുടെ മുകളിലോട്ടുള്ള ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ഇതാ ആ കാണുന്ന ഹോട്ടലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കാത്തലിക് ചർച്ച്. അവിടെ നമ്മുടെ ഹാൾസ്ട്രാഡ് നമ്മുടെ ലേക്കാണ് ഈ കാണുന്നത്. കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പം ആ കാണുന്ന പള്ളിയാണ് നമ്മുടെ ഓർത്തഡോക്സ് അല്ല, പ്രൊട്ടസ്റ്റന്റ് പള്ളിയാണ് കേട്ടോ. ഇതാണ് ഇവർക്ക് കുറച്ച് ആധിപത്യം കിട്ടാൻ വേണ്ടി ഈ പള്ളിയുടെ മുകളിലത്തെ തട്ടിക്കൊണ്ടുവന്ന് പണിത് വെച്ച ഒരു പള്ളി. ഇവിടെ നമ്മുടെ ചർച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കല്ലറകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രോബബ്ലി അന്നത്തെ സമയത്തെ എന്താ പറയുക, ഇവിടുത്തെ വലിയ കുറച്ച് കൂടുതൽ പിടിപാടോ അല്ലെങ്കിൽ പ്രാതിനിധ്യമുള്ള ആളുകളുടെ ശവക്കല്ലറകളായിരിക്കണം പൊതുവെ ഈ കാണുന്ന പള്ളിക്കടുത്തായിട്ടുള്ള ഈ കല്ലറകളെല്ലാം.
രാവിലെ ധാരാളം ചൈനീസ് അങ്കിൾമാരൊക്കെ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹലോ. വാവ്, ഇവിടെ നിന്ന് കാണാൻ എന്ത് രസം. ഇതാണ് കേട്ടോ നമ്മുടെ റിയൽ അടിപൊളി വ്യൂ പോയിന്റ്. ഇതാ അവിടെ നമ്മുടെ ലേക്കിൻ്റെ ഭാഗത്തും പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ കൂടുതൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് കേട്ടോ അവിടെ നിന്ന്. കാരണം അവിടെ നിന്ന് നോക്കുമ്പം അവർക്ക് ഈ കാണുന്ന ചർച്ചുള്ള ഈ മലകളുള്ള ഈ ഒരു വ്യൂ കിട്ടും. ഇവിടെ നമ്മുടെ ചർച്ചിൻ്റെ പുറകിലായിട്ടും ഇവിടെ ഒരു സെമിത്തേരി ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളി കേട്ടോ, അതിമനോഹരം, നല്ല രസമുള്ള പള്ളി. നമ്മുടെ ലേക്കിനപ്പുറത്ത് ആളെ കൊണ്ടുപോകുന്ന നമ്മുടെ ഫെറിയാണ് ആ കാണുന്നത്. ആ ഫെറി വന്നിറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇവിടെ എല്ലായിടത്തും ഇവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ സ്ഥലത്തായിട്ട്. നമ്മളിനി തിരിച്ചു പോകണം കേട്ടോ. ഇവിടെ ഇപ്പോഴാണ് ആ സൂര്യൻ ഒന്ന് വന്നത് പോലും. ഇത്രയും നേരം സൂര്യൻ എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. പണ്ടത്തെ കുറേ ശിലകളും എഴുത്ത് ഫലകങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പഴയകാല പുരാതനമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വില്ലേജാണ് ഹാൽസ്റ്റാഡ്. ഓസ്ട്രേലിയ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. അതുമായിട്ട് കാരണം ഓസ്ട്രേലിയ ഓൾഡസ്റ്റ് ആണ്, വൺ ഓഫ് ദ അല്ല. അപ്പോൾ വൺ ഓഫ് ദ അല്ലേ, ഓസ്ട്രേലിയ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഒരു വില്ലേജാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമുള്ള പള്ളി കേട്ടോ. നമ്മൾ ടോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ടോപ്പിൽ ഇവിടെ ഒരു ചെറിയൊരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെ എല്ലായിടത്തും മണിയടിയാണ്, കൂട്ടമണിയടി, മത്സരം അടിയല്ലേ. എനിക്കൊന്ന് അവർ മത്സരിക്കുവാണെന്ന് തോന്നുന്നു. ഇന്നത്തെ എൻ്റെ ഫോട്ടോഗ്രാഫർ ബ്രോയാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ കുറച്ച് നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. ഇതാ നമ്മൾ വില്ലേജിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 700 പേരാണ് ഇവിടെ താമസിക്കുന്നത്. 700 പേരിൽ ഒരു മലയാളിയുണ്ട്. മലയാളി ചേട്ടനെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇതാ ഈ കാണുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വൈകിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ചൈനീസുകാരൊക്കെ വളരെ കുറവായിരുന്നു എന്ന്. ഇന്ന് വന്നപ്പോൾ എന്താ അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാത്തലിക് പള്ളി കാണുന്നതാണ്. ഞാൻ നിങ്ങൾ കാത്തലിക് പള്ളിയും കൂടെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്ത്യൻ പള്ളി. ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. ഇന്നലെ വന്നപ്പോൾ വിചാരിച്ചു ഇതെന്താ ഇത്ര കുറച്ച് തിരക്കുന്നത്. ഇന്ന് വന്നപ്പോൾ തിരക്കുകൊണ്ട് നടക്കാൻ വയ്യ ഇവിടെ. നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പിക്ചറൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ ആരൊക്കെ എനിക്കൊന്ന് ഇവിടുത്തെ ആളുകളാണെന്ന് തോന്നുന്നു. ബോട്ടിൽ പോകുന്നു. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പോസ്റ്റ് കാർഡ് പിക്ചേഴ്സ് പോലത്തെ പിക്ചേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. എന്താ ബ്രോ? ഇതാണ് കേട്ടോ ഇവിടുത്തെ ടോപ്പ് പനോരമിക് വ്യൂ പോയിന്റ്. ഈ കാണുന്നതാണ്. അതെ, ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ആ കാണുന്നതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. തിരക്ക് നോക്കി, എത്താ തിരക്ക്. എനിക്ക് തോന്നുന്നു ചൈനയിൽ ചൊങ്ജിങ് പോയ ഒരു ഫീലാണ് കേട്ടോ എനിക്കുള്ളത്. എല്ലാവരുടെ കയ്യിലും ഒരു ഫോട്ടോഗ്രാഫി ക്യാമറയും ഉണ്ട്, അല്ലെങ്കിൽ ഫോണുണ്ട്. എല്ലാവരും ഇവിടെ 100 പേരിൽ ഒരു 80 പേരും ചൈനീസ് വംശജരാണ്. ബ്രോനെ നമ്മൾ ഇവിടെ പറയാണ്. ബ്രോ താങ്ക് യു. ഒരിക്കലും പറഞ്ഞാൽ നന്ദി വാക്കുകളില്ല. തീർച്ചയായിട്ടും ബ്രോന്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് ഞാൻ സ്റ്റേ ചെയ്യും. താങ്ക് യു കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഇവിടെ നിന്ന് ഇനി തിരിച്ചിറങ്ങുവാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ വഴിയോരങ്ങളിലെ സുവനീർ ഷോപ്പുകളൊക്കെയാണ്. ഇവിടെ എൻ്റെ പോർട്ടറും കൂടെ ഉണ്ട് കേട്ടോ. ഹൈ പോർട്ടർ. ബ്രോ പറയാ ഇവൻ എന്നെ വന്നിട്ട് ഞാൻ ഇവനെ ഇത്രയും ദൂരം വിളിക്കാൻ വന്നിട്ട് ഇവൻ എന്നെ പോർട്ടറാക്കി എന്ന് പറയും കേട്ടോ. എനിക്ക് സന്തോഷം. ഒരാൾ പണിയെടുപ്പിക്കാൻ എനിക്ക് ആരെങ്കിലും എൻ്റെ ബാഗ് പിടിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. അത്രയും കുറച്ച് ബാഗ് വെയിറ്റ് കുറച്ച് പിടിച്ചാൽ മതിയല്ലോ. ബാഗ് തൂക്കി മുതുകെല്ലാം നല്ല വേദനയാണ്. അപ്പോൾ നമ്മളിനി വണ്ടി പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നതാണ്. ഏകദേശം 10-12 മണിക്കൂറിൽ കൂടുതൽ നമ്മളിവിടെ താമസിച്ചു, ചിലവഴിച്ചു.
ഒരു ഷോപ്പ് ഇതാ, കുറേ സുവനീർസ്. ഓ, ബിറ്റേ കെയിൻ ഫോട്ടോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കരുതെന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നു അല്ലേ? ബിറ്റേ, അതെ, ബിറ്റേ പ്ലീസ് എന്നാണ് അവർ പറഞ്ഞതല്ലേ. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആകെ 3 പാർക്കിംഗ് എന്തോണുള്ളത്? 5. P4 P5 P4 P5 ബസ്സിന്, P3 ബസ്സിന്, 3 പാർക്കിംഗ് ബസ്സിന്, 2 പാർക്കിംഗ് കാറിന്. P1 P2. ഈ കാണുന്നത് P2 എന്ന് പറയുന്ന കാറാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര കാറ് പാർക്ക് ചെയ്യാൻ പറ്റും? 10-200ൻ്റെ അകത്ത് 130 എന്തായാലും ഉണ്ട്. കാരണം ഇന്നലെ 130 എഴുതിയിട്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, P1 ഫുള്ളാണ്, 0 P2 ഫുള്ളാണ്. ഇവിടെ കാറ് നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ. ഇന്നലെ ഞാൻ 130 കണ്ടു, ഇന്നലെ വൈകിട്ട്. അപ്പോൾ അതിനർത്ഥം ചിലപ്പോൾ 130 കാറിൻ്റെ ഒക്കുപ്പൻസി ഉണ്ടെന്നായിരിക്കും. അത് ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടായിരിക്കാം. എന്നിട്ട് കുറച്ച് കാറുകൾ ഓൾറെഡി ഫിൽഡ് ആയിരിക്കാം. ഒരു പാതിരാത്രി ഫുള്ള് ഇട്ടതിന് 2100 രൂപ അടുപ്പിച്ച്. സാധാരണ 10 രൂപ ആവും. 1200 രൂപ. ആ, അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ലാഭം അല്ലേ? രാത്രി ഫുള്ള് ഇട്ടതിന് വൈകിട്ട് കൊണ്ടിട്ട് നമ്മൾ രാവിലെ ആയപ്പം ഉച്ച കേട്ടോ, 12 മണി കഴിഞ്ഞു. ഇവിടുത്തെ മലനിരകളാണ് കേട്ടോ മറ്റൊരു രസമായിട്ടുള്ള മലനിരകൾ. ഇവിടുത്തെ ഒരു റോക്കിൻ്റെ സ്ട്രക്ചർ നോക്കിക്കേ, വരച്ചു വെച്ചോളേ. നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ട് നമ്മളിനി യാത്ര തിരിച്ചു തുടങ്ങുവാണ്. ഇവിടെ നമ്മുടെ ചൈന റെസ്റ്റോറൻറ്റ് വരെ ഉണ്ട് കേട്ടോ വഴിയിൽ. ചൈന റെസ്റ്റോറൻറ്റ് ധാരാളം ഉണ്ട് ഓസ്ട്രേലിയയിൽ. ബട്ട് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വരുന്നവർക്ക് വേണ്ടി ആയിരിക്കണം ചൈന റെസ്റ്റോറൻറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള. ചൈനക്കാരിതാ അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ചൈനീസ് വണ്ടികൾ ഫുള്ള്. ഇത് ഇവിടുത്തെ ലോക്കൽ ആളുകളാണ് കേട്ടോ. ഒരു സ്റ്റിറിയൻ അല്ലെങ്കിൽ ഹാൾസ്ട്രാട്ട് അവരുടെ ഒരു രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റിലോട്ട് വന്നതാണ്. പോകുന്ന വഴിയിലുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ലേക്കിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ള് പാർക്കിംഗ് സ്ലോട്ട് ഫുള്ള് മുഴുവനായിട്ട് കിടക്കുവാണ്, ഫുള്ളായിട്ട് കിടക്കുവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ലേക്ക് ട്രൗൺസ്. ലേക്ക് ട്രൗൺസിൽ അധികം ടൂറിസ്റ്റുകളല്ല, പ്രാദേശികരായിട്ടുള്ള ആളുകളൊക്കെയാണ്. നമ്മളെ ഹാട്ട്ഷാട്ട് പോലെ അത്ര ടൂറിസ്റ്റിക് അല്ല. ബട്ട് പല ആളുകളും ഹൈവേയിലോട്ട് വരാൻ വേണ്ടി ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ഒരു വഴിയും കൂടിയാണ്. ആളുകളൊക്കെ ഐസ്ക്രീം കുടിച്ചുകൊണ്ട് ഇതുവഴി നടക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് കുറച്ച് വീണ്ടും ഒരു ഇച്ചിരി തണുപ്പായി കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിങ് പോകാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. മാത്രമല്ല അവിടെ കുറേ യാട്ടുകൾ ഇതോ അവിടെ കിടക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു കുഞ്ഞു വില്ലേജ്. ഇതാ ഇവിടെ ആളുകൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നീന്തുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് നീന്താനായിട്ട് മുട്ടുന്നു കേട്ടോ, നീന്താൻ തോന്നുന്നു എനിക്ക്. ഓ അടിപൊളി. ഈ കാണുന്നത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ഡെക്കാണ്. ഒരു വലിച്ച് ഇട്ടേക്ക് നോക്കിയാൽ മുകളിലോട്ട് ബോട്ടുകൾ, തട്ടായിട്ട് ബോട്ടുകൾ. ഇവിടെ ഒരു കുഞ്ഞ് ഐലൻഡ് പോലെ ഈ ഒരു ഭാഗത്ത്. അവർ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നവരാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പുള്ളി ഇറങ്ങിയിരിക്കുക. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ കിടക്കുന്നുണ്ടല്ലോ റോഡിൽ. അത്ര വലിയ ആക്സിഡന്റ് കേട്ടോ. ഇവിടെ ഫുള്ള് റോഡ് ബ്ലോക്കാ. ഹെലികോപ്റ്റർ വരെ റോഡിൽ വന്ന് കിടക്കുവാണ്. ആക്സിഡന്റ്, വലിയ ആക്സിഡന്റ്. ഇവിടെ എന്ത് ബ്ലോക്കല്ലേ ഇപ്പോ ആൾക്കാർക്ക്. സീന് ഇതാ റോഡ് ഫുള്ള് കേട്ടോ. ആളുകളെല്ലാം മിക്കവാറും സ്റ്റക്കായി കാണും ഈ ബ്ലോക്ക് കാരണം. ഇത് നീണ്ടങ്ങ് കിടക്കുക ബ്ലോക്ക്. എൻ്റെ അമ്മ നോക്കി, ഫുള്ള് ബ്ലോക്ക് കേട്ടോ. ഇടയ്ക്ക് ആംബുലൻസ് ഒക്കെ വരുന്നു. ഫയർ എഞ്ചിൻ അല്ലേ, ഫയർ എഞ്ചിനൊക്കെ നടുക്കൂടെ കയറി വരുന്നു. ഇവിടെ തന്നെ ഫുള്ളായിട്ട് ഇതാ. അതിവിടെ പ്രത്യേകതയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബ്ലോക്ക് ആയെന്ന് വെച്ചത് ഈ റോഡിന്റെ സൈഡില് അങ്ങേ അറ്റം കയറ്റിയ വണ്ടി നമ്മൾ ഇടാവും. റൈറ്റ് സൈഡിൽ അങ്ങേ അറ്റം കയറ്റിയിടണം. നടുക്ക് എപ്പോഴും ഒരു വലിയ വഴി വേണം. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എപ്പോഴും അതെല്ലാവരും ഫോളോ ചെയ്യും. അത് ആരും ഫോളോ ചെയ്യാണ്ടിരിക്കില്ല. നല്ല ഫൈനും കിട്ടും. നല്ല ഫൈൻ കിട്ടും. കാരണം എന്തെങ്കിലും ആക്സിഡന്റ്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഹൈവേയിൽ ബ്ലോക്ക് ആയ എപ്പോഴും റൈറ്റ് സൈഡ് ഇന്ത്യയിൽ, ലെഫ്റ്റ് സൈഡ് ഇന്ത്യയിൽ വണ്ടി മാറ്റിയിടും എല്ലാവരും.
നമ്മളങ്ങനെ വിയന്നയിലോട്ട് എത്തിയിട്ടുണ്ട്. വിയന്നയുടെ നഗരഹൃദയ ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിയന്നയിലെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഷോൺഫാൻ പാലസ്. എന്ത് പാലസാ? ഷോൺബ്രോൺ പാലസ്. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. നമ്മള് വിയന്നയിലോട്ട് എത്തിയിട്ടുണ്ട്. എന്താ ബ്രോ? ഞാൻ പറഞ്ഞ ചിലപ്പോൾ എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് കാണും ജർമ്മന്റെ. അത് കുഴപ്പമില്ല. ഈ കാണുന്ന ബസ്സുകളെല്ലാം ഓരോ ടൂർ ബസ്സുകളാണ്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സിറ്റി സെന്റർ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്ലീ മാർക്കറ്റാണ് കേട്ടോ. ശനിയാഴ്ചകളിൽ ഇവിടെ വന്ന ഫ്ലീ സാധനങ്ങൾ, പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന ഒരു വലിയൊരു തെരുവാണ്. അങ്ങനെ വിയന്നയിലെത്തി. ബ്രോ പോവാണ്. ബ്രോ കാണാം, നമ്മള് വരും. ഓക്കെ, കാണണം. ഞാനപ്പം ബാഗ് എടുത്തോട്ടെ. ബാഗിൽ നിന്ന് കാണാം കേട്ടോ. ടാറ്റാ. ബ്രോ ഇനി ബ്രാറ്റിസ്ലാവയിലോട്ട് പോവാണ്. പാവ എനിക്ക് വേണ്ടി ബ്രാറ്റിസ്ലാവയിൽ നിന്നാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നല്ല വിയന്നയിൽ നിന്ന് വന്നത്. ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഇനി ബ്രോ തിരിച്ച് ബ്രാറ്റിസ്ലാവയിലോട്ട് പോവാണ്. വീഡിയോ എടുക്കാമല്ലോ. ഞാൻ ബ്രാറ്റിസ്ലാവ പോവേണ്ട നേരമായിരുന്നു. അപ്പം ഞാൻ പ്ലാൻ മാറി. ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരക്കാരൻ, ഒരു വെള്ളനാടുകാരൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഹായ് ബ്രോ, ഇതാണ് നമ്മുടെ വെള്ളനാടുകാരൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഈ വണ്ടി ഇറങ്ങട്ടെ അല്ലേ, റോഡിന് നടുക്കാണ് നിൽക്കുന്നത്. ഞാൻ നമ്മുടെ വിജിത് ബ്രോന്റെ അവിടെ പോയി ബാഗ് വെച്ച് ഒരു കോഫി കുടിച്ചിട്ട് ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ വേണ്ടി പോകുന്ന വേറൊരാളാണ്. പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രോ എന്തുണ്ട്? ആഫ്റ്റർ ലോങ് ടൈം. Yes, long time. Welcome back to Vienna. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജോനാസിനെ അന്നത്തെ വീഡിയോ ഉണ്ടവർക്ക്, എൻ്റെ ലാസ്റ്റ് വിയന്നയിലുള്ള വീഡിയോ ഉണ്ടവർക്ക് അറിയാം. ജോനാസ് ഇവിടെയാണ് അല്ലേ കുറേ നാളുകളായിട്ട്? അല്ല, ഇവിടെ തന്നെയാണല്ലോ. ഇവിടെ born and brought up. ഇവിടെ ഇപ്പോൾ എൻ്റെ മെഡിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞു. ഇവിടെ ഡോക്ടറായി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്രാവശ്യം അമൃതയിലൊക്കെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. നാട്ടിലൊരു 3 month എക്സ്പീരിയൻസിന് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഓക്കെ. നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നാട്ടിലെയും ഇവിടത്തെയും ആ ഒരു രീതിയിൽ ഇപ്പൊ എന്താ വ്യത്യാസം തോന്നിയത്? വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ കണ്ടുപോകാനും പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത്ര ഒന്നും നമ്മുടെ ഇവിടെ ഒരു ചിലപ്പോൾ ഒരു 1 week വരുന്ന അത്ര പേഷ്യൻസ് 1 day അവിടെ വരും. അപ്പൊ നമ്മള് മാക്സിമം എമൗണ്ട് ഓഫ് പേഷ്യന്റ് വിത്ത് മിനിമം റിസോഴ്സസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അവിടെ സാധിക്കണം. അത് സാധിക്കുന്നുണ്ട്. അത് ഒരു ഇംപ്രസീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ പോകുന്നത് നമ്മുടെ പ്രിൻസങ്ങളിലെ കാണാനാണ്. പുള്ളിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 33ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ പ്രിൻസങ്ങളെ കാണാൻ വേണ്ടി ഞാനൊരു ഫ്ലവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്ന പ്രോഗ്രാം ഒരു സെൽഫ് എംപവർമെൻറ്റ് വിത്ത് സിസ്റ്റർ ശിവാനി, ഏതോ ഒരു നമ്മുടെ ഹയാത്തിൽ വന്നതാണ് കേട്ടോ. ഇവിടെ പ്രോഗ്രാമായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയുടെ എന്തോ ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഗുരു എന്തോ ഇവിടെ വരുന്നു. ഇപ്പോൾ ഇന്ത്യൻ അംബാസിഡറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കിവിടെ എന്തോ പരിപാടിക്ക് ഇതെന്താ സാധനം, എന്തോ സ്വീറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ എനർജിയെ കുറിച്ച് കേട്ടായിട്ട് എനർജി ഫുള്ള് വന്ന് എക്സ്പ്ലോഡ് ആവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് പാട്ട് പിന്നെ വേറെ പിടിച്ചു